സർ ഐസക് ന്യൂട്ടൺ എല്ലാ ഒബ്ജക്റ്റുകളും എല്ലാ മാസുകളും ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആകർഷണം രേഖപ്പെടുത്തുന്ന എല്ലായിടത്തും വികർഷണവും നമുക്ക് ദർശിക്കാവുന്നതാണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിലാണെങ്കിൽ പോലും ആകർഷണം ഉണ്ടെങ്കിൽ അവ വികർഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാ. ഒരു ഉദാഹരണത്തിന് രണ്ട് ആറ്റങ്ങളെ നമ്മൾ പരിഗണിക്കുന്നു എന്ന് വിചാരിക്കുക. ന്യൂക്ലിയസ് കേന്ദ്രഭാഗത്ത്, അതിന് ചുറ്റുഭാഗത്തും ഇലക്ട്രോണുകൾ. ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോണുകൾ. അപ്പൊ തൊട്ടടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇതിന് ചുറ്റുമായിരിക്കും ഇലക്ട്രോണുകൾ, അല്ലെ? അപ്പൊ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾസ് ചെയ്യുന്നവയാണ്, ഒരേ ചാർജുള്ളവയാണ്. ഇവ തമ്മിൽ റിപ്പൾസ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? ഇവ രണ്ടും അകന്നു പോകും. രണ്ട് ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രണ്ട് ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ് ഇലക്ട്രോണുകൾ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾസ് ചെയ്യുമ്പോൾ രണ്ട് ന്യൂക്ലിയസുകൾ അകന്നു നിൽക്കാൻ തുടങ്ങും. അപ്പോൾ ഒരാറ്റത്തിൽ പോലും ആകർഷണത്തിന്റെ തത്തുല്യമായ വികർഷണം ഉണ്ടായിരിക്കും.